ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ. അപ്പൊ ഇവര് റാൻഡായിട്ട് എവിടുന്നോ വരുവാണ്. ഈ പി ഒ വി നിങ്ങൾക്ക് കാണണമെങ്കിൽ വില്ലുമോന്റെ പി ഒ വി ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഈ സെയിം ടൈമിൽ നമ്മൾ സന്തോഷത്തോടെ ഞാന് ഗോഗു കില്ലുക ഞങ്ങളെല്ലാരും കൂടെ ഗൈസ്, ഞാൻ ഡി സിയിൽ ഒരു പിള്ളേരെ വിളിച്ചിരുത്തി അവരാധിച്ച് പറയത്തില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോളാം. മനസ്സിലായി? ഞാൻ വിളിച്ചിരുന്ന അവരാധിക്കുന്നില്ല. ഇപ്പം എനിക്ക് ആരാധിക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ പൊക്കോളാം. ഇപ്പൊ ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. മനസ്സിലായ? ഓരോരുത്തർ അല്ലെങ്കിൽ ഇനി ഓരോരുത്തർ അവന്മാർ വന്ന് അവിടെ ട്രിഗറായി ഡിസ്കോഡിലിരുന്ന് പറയണത് വേറെ, സിറ്റിക്കകത്ത് പറയണത് വേറെ. ഓക്കെ. അപ്പൊ ഇത് നീലിന്റെ വില്ലുമോന്റെ പി ഒ വി ഇതുണ്ട്. അവർ ആർ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് MRCയുടെ ഒരു മെമ്പേഴ്സ് പോലും അടുത്തില്ല. ഇവർക്ക് ട്രിഗർ ആവുന്ന രീതിയിലത്തെ ഒരു സിറ്റുവേഷനും ഉള്ള രീതിയിലത്തെ ആൾക്കാർ അവിടെ ഇല്ല. മനസ്സിലായ? ഇവിടെ ഇത്രയും പേര് അവരിരുന്ന് അവരുടെ ആർ പി ചെയ്യുക. അപ്പൊ എവിടെ എന്താ നീ ഞാനുണ്ടല്ലേ? ഹലോ ഹലോ, ഇത് ഏതാ? ആരാ കസ്റ്റമണ്ടിയാ? സുൽത്താൻ എന്നാണോ പേര്? ഇത് കഷ്ടപ്പെട്ടി പൈസ വല്ലതും വേണോ? ഗ്യാങ് സുഹൃത്തെ, പൈസ എല്ലാം വേണമെന്ന് പറയുന്നത് സിറ്റിയിലെ ഏതോ റാൻഡം മറ്റേ ഇതാണ് ഇവരുടെ കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന റാൻഡം ഒരാളാണ് പൈസ വേണമെങ്കിൽ. പൈസ വെറുതെ നീല പോയി. MRCയുടെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അവൻ പോയി. മനസ്സിലായോ? അവൻ പോയി. വെറുതെ കൊടുക്കണോ? എന്തിനാ വെറുതെ കൊടുക്കുന്ന പൈസ? ബാബാ ഞാൻ കാണിച്ചേ. ബാബാ പൈസ വെറുതെ കൊടുക്കുന്നെന്ന് കേട്ടപ്പോ പുള്ളി ചാടി എണീറ്റ് പോയി. കുടുക്ക് ശിവു അങ്ങനെ എന്തോ ആണ്. കുടുക്ക് ശിവു പൈസ കിട്ടുന്നു പറഞ്ഞപ്പോ പുള്ളി വണ്ടിയിൽ ചാടി ഇറങ്ങി പോയി. സുഹൃത്തെ കൊടുക്കാമോ? ഇയാളെ കൂടെ പർച്ചേസ് ചെയ്യാം. കയ്യില് പൈസ ഇല്ലല്ലോ, ഇനി ബാങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാം. കുടുക്കയാണ് വന്നിട്ട് ഇയാൾക്ക് കൂടെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് ഏതോ സിറ്റിസണാ ഗൈസ്. പർച്ചേസ് ചെയ്യണേ. സുഹൃത്തിന്റെ പേരെന്താണ്? പർച്ചേസ് ചെയ്തോളൂ, ചെയ്യൂ. ഇവിടൊക്കെ രണ്ടുപേരും സമാധാനത്തോടെ സംസാരിക്കുന്നു. മനസ്സിലായോ? കൊടുത്തോ? 10 ലക്ഷം. ഓ, നമ്മുടെ ടീംസിലിപ്പോ 2, 3, 5, 6ാമത്തെ ആൾ. 6 പേരായ അവർ ഓരോരുത്തർ സിറ്റിസൺസിനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു. മനസ്സിലായ? കൺഗ്രാജുലേഷൻ. പിന്നെ പുള്ളി അത് തിരിച്ചുണ്ടോ കൊടുക്കാനുള്ള പരിപാടി നോക്കിയിട്ട് 0 കൂടി പോയി. പിന്നെ എല്ലാ 0 കളഞ്ഞ് 1 എന്നിട്ട് വീണ്ടും ഗീവ് കൊടുത്തു. 1 രൂപ കൊടുത്തപ്പോ അടുത്തൊന്നും ആരും ഇല്ല. 6 കൈ പോയതുമില്ല. പിന്നെ കുഴിയിലേക്ക് എടുക്കാറായി ഞാനാണ് ഇനി ഗോഡ് ഫാദർ. ആള് ബിഷിയാണ്. നിന്റെ പേരെന്താടാ? നിന്റെ പേരെന്താ? പാരാഗ്ലൈഡിങ്ങിന് ആര്? എന്റെ പേരോ? എന്റെ പേര് രതീഷ്. കൊടുക്ക രതീഷ്. ഇവന്റെ പേര് കുടുക്കീശ ബാലനല്ലേന്നോ? ബാലനൊന്നും അല്ലത്. അത് ബാലനാണെന്നാണ് അവർ ഇന്നലെ പറഞ്ഞത്. ഇത് ബാലനൊന്നും അല്ലത്. ഇത് ബാലനൊന്നും അല്ല ഗൈസ്. ഇത് ബാലനൊന്നും സിറ്റി പോലും വന്നിട്ടില്ല. നിങ്ങൾ അഡ്മിൻസിന്റെ അടുത്ത് ഇന്നലെ ലോഗ് എടുത്ത് നോക്കാൻ പറ. ബാലനൊന്നും അല്ലത്. ഇതാണ് നിങ്ങളുടെ ഇത് മുതൽ ഗോഡ് ഫാദർ. അത് ഞാൻ തീരുമാനിക്കട്ടെ, നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്ക് താല്പര്യം പറഞ്ഞു കൊടുക്കും. പൈസ തരാം ബ്രോ. താല്പര്യമില്ല. നമ്മുടെ പുതിയ ഇവന്റ് വരുന്നുണ്ട്. പിന്നെ അത് ഞാൻ എനിക്ക് പൈസ ഉണ്ടോ ആവശ്യത്തിന് അധികം കോടികള് ഓപ്പില്ല. ഇവിടെ ഒഫൻസീവ് ആയിട്ട് എന്ത് പറഞ്ഞു? റേഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒഫൻസീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു ഗൈസ്? ഇവിടെ അല്ല, ഇവിടെ എന്തെങ്കിലും ഒഫൻസീവ് ആയിട്ട് പറഞ്ഞു? ജസ്റ്റ് ഒന്ന് ഞാൻ എന്റെ ചോദ്യം അതാണ്. ആ പൈസ തലച്ചോറ് വാങ്ങിച്ചേക്കും. വേറൊരുത്തരും കൂടി പോകുന്നുണ്ടല്ലോ. ഇപ്പൊ 2 തലച്ചോറില്ലാത്തവരായി. നിനക്കെന്താ ഉള്ളേ? തലച്ചോറുണ്ടോ? നീ കാണിച്ചു തരണോ? നിന്റെ കുണ്ടിനകത്താണോ ഇരിക്കുന്നത്? കാണിച്ചു തരാൻ. ഇനിയാണ് കൊണ. മനസ്സിലായ? ഇനിയാണ് കൊണ. നിന്റെ എവിടെ ഇരിക്കുന്നത്? നല്ല ബോധ്യം. പർച്ചേസ് ട്രിഗറിങ് ആണെന്നല്ലോ ബ്രോ. ഇവര് വരുന്നതിന് മുമ്പ് പുള്ളി ഇവിടെ എങ്ങനെ ഇവിടെ വന്നത് നോക്ക്. പുള്ളി വരുന്നതിന് മുമ്പ് ഇല്ലടാ, ഞാനിത് പറഞ്ഞാ ചിലപ്പോ ഇവര് കൺവേർട്ടിംഗ് എന്ന് പറയടാ. ഇവിടെ വയ്യടാ, എനിക്ക് അത് കേൾക്കാൻ വയ്യടാ, എനിക്ക് താല്പര്യം ഇല്ലടാ.
ബ്രോ നമ്മൾ പറയാം, ഒന്നുകൂടെ പറയാം. ഇതാണ് സിറ്റുവേഷൻ. ഇത് ഇവിടുന്ന് സംസാരിച്ച് വഷളാവും, ഇവിടുന്ന് സംസാരിച്ച് വഷളാവും. ഇവിടുന്ന് നിങ്ങളുടെ ആൾക്കാർ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം കൊണയാവും, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും, വരെ വന്ന് അടിച്ചുറക്കും. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷനും അതെന്നൊക്കെ പറഞ്ഞു കളയാം. അതുകൊണ്ട് അത് വേണ്ട, അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഇത് MRC അടിക്കണം എന്ന് പറഞ്ഞു പോയെടുത്ത സിറ്റുവേഷൻ. എടാ നമ്മൾ ടർഫൊക്കെ ജയിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാടാ. നമുക്ക് ആ സമയത്ത് എന്തിനാണ് നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ വന്ന് അത് ട്രിഗറായി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സമ്മതിച്ചു, ഞാൻ സമ്മതിക്കുന്നു സിറ്റുവേഷനായി. അവിടെ ഇനി ഇൻ കേസ് കോണയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞത് ട്രിഗർ ആയി എന്ന് വെച്ചോ, ഓക്കെ, അതൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അത് ഇന്റൻഷനലി വന്ന് എടുത്തതൊന്നും അല്ല. അവര് റാൻഡോ ആർപിക്ക് അതൊരു ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി അതിനകത്ത് പോയി കയറി കൊടുത്തതാ. അത് പുള്ളി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അത് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി അതിനകത്തോട്ട് പോയി കയറിയതാണ്. ബ്രാവോടെ POV ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ബ്രാവോടെ POV കിക്കിലാണോ ബ്രാവോ ഗെയിമിംഗ്? ബ്രാവോടെ POV എത്ര മണി? വൈറ്റിയിലാണോ യൂട്യൂബിലാണോ? ബ്രാവോ ഗെയിമിംഗ് ഇതാണ്. 70 കാർഡ് മതി. ഓപ്ഷൻ സ്റ്റാർട്ടായി. ഇതിനൊരു 34 സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. കമന്റ് നോക്കണ അതില്ലേന്നോ? ഐ ബിക്കം MRC ഫാൻ നൗ ബ്രോ. അഡ്മിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അപ്പാപ്പൻ സിറ്റിയിൽ കളിക്കുന്നു. പാവം കൊട്ടവാസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അപ്പാപ്പനെ എന്തോ ചെയ്തിട്ട് മാസ് എന്ന് വിചാരിക്കുന്നു. എന്തൊരു ഒമ്പിയ ഗ്യാങ് ആണ്. TV ചാനൽ മുറിബഡ് ചാനൽ 2020 ജനന ഡേറ്റ് എന്ന് തോന്നുന്നു. അന്നത്തെ എടാ ഞാൻ അറിയാതെ ക്ലോസ് ചെയ്തു പോയടാ. എൻ്റെ ഒരു വ്യൂവർ ടിവിയുടെ ഒരു വ്യൂവർ പോയടാ. അങ്ങനാണോ? അതെ അപ്പ തമാശക്ക് വിളിച്ചേട്ടാ, സീരിയസ് ആയിട്ട് എടുക്കല്ലേ. കറണ്ട് വരുമ്പോ പറയടാ. കറണ്ട് അങ്ങോട്ട് കുനിഞ്ഞിരിട്ടാ. ശരി. അല്ല എന്ത് പറ്റി? ഹലോ വാസുവരെ, ചെറുതായിട്ടെന്തോ തമാശ ട്രൈ ചെയ്ത്, പക്ഷെ ചീറ്റി പോയോ. അതെ അപ്പൊ മുമ്പിലാ. ഹലോ ഹലോ ഹലോ, പറയൂ. ആരാ? ഞാൻ അപ്പാപ്പൻ. ആരാണ്? ഏതപ്പാപ്പൻ? ഇപ്പൊ ഞാൻ ഇതേതപ്പാപ്പൻ? ഞാൻ MRC അപ്പാപ്പൻ. നീ ഞാൻ TV-യിലപ്പാപ്പൻ. നീ ഏതാ? ഞാൻ MRC അപ്പാപ്പൻ. ഞാൻ TV-യിലപ്പാപ്പനാടാ. ഞാൻ MRC അപ്പാപ്പൻ. നീ ഏതാ? എടാ ഞാൻ TV-യിലപ്പാപ്പനാടാ. ഇനി ഞാൻ എന്ത് വേണം? അതിന് ഞാനെന്താ വേണം? അല്ല ബ്രാവോ ശരിക്കും അതൊരു തമാശയായിട്ട് സംസാരിച്ചാടാ. നിങ്ങക്ക് അത് കണ്ടറിയാം. ബ്രാവോ ട്രിഗർ ആയിട്ട് ഇങ്ങനെയാണോ സംസാരിക്കണേ? ഇങ്ങനെ ഏറ്റവും കൂടുതൽ ട്രിഗറായി ഞാനാ കണ്ടിട്ടുള്ളത്. ലോകത്താരെ കണ്ടതിനേക്കാളും ഞാനാണ്. പുള്ളിയുടെ മുഖമൊക്കെ മാറി. നോക്ക്, നിങ്ങൾ കണ്ടു നോക്ക്. ഇങ്ങോട്ട് വിളിച്ചിട്ടല്ലേ പറഞ്ഞു ഞാൻ എന്ത് വേണം അതിന്? അതെ, നിങ്ങളായിരുന്നോ മറ്റേ സബ്ഗുരുവിന്റെ ആരായിരുന്നെന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. ഓ അങ്ങനാണോ? അതെ അപ്പ തമാശക്ക് വിളിച്ചേട്ടാ, സീരിയസ് ആയിട്ട് തമാശ പറയുന്നില്ല. കറണ്ട് വരുമ്പോ പറയടാ. കറണ്ട് അങ്ങോട്ട് കുനിഞ്ഞിരിട്ടാ. ശരി. അല്ല എന്ത് പറ്റി? ഹലോ, അത് പറഞ്ഞത് മാത്രമേ നിനക്ക് ഓർമ്മയുള്ളൂ. വേണ്ട, അകത്ത് സിറ്റിക്കകത്തുള്ള കാര്യം സിറ്റിക്കകത്ത് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഇറ്റ്. അതാണ് സിറ്റുവേഷൻ. അതാണ് മനസ്സിലായോ? അതാണ് സിറ്റുവേഷൻ. അപ്പാ ഹലോ അപ്പാ ഇവിടെ ഉണ്ടോ? ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. അപ്പാ
അപ്പൊ ഓക്കെ അല്ലേ? ഹലോ ആ വാസുവനെ വന്നു അപ്പൊ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ഓൾ ഗുഡ്. ഓക്കെ പാപ്പ. അതെ ഒരു ചെറിയൊരു തിരുത്താനുണ്ട്. ചിലര് തെറ്റിദ്ധരിച്ചു ഞാനത് കേട്ടു എന്ന്. അവരെ ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയുന്ന സമയത്ത് കമന്റ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ കണ്ട POV ഞാൻ കണ്ടു. കുഴപ്പമില്ല വാ 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 പാപ്പ, നമുക്ക് കുറച്ചു നേരം ഒന്ന് കറങ്ങിട്ട് പോവാം, നമുക്കൊന്ന് ചില്ലായിട്ട് പോവാം. പിന്നെന്താ വാസുവനെ ചില്ലാതെ. ഗൈസ് കുറച്ച് പേര് ബ്രാവോടെ POVയിലോട്ട് ചെല്ലുവോ ഗൈസ്? കിക്കിലില്ലേ? ഞാൻ എന്ത് ചെയ്തു എന്ത് ഇതിനാ എന്ത് ചെയ്തായിരുന്നു? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും സാരമില്ല വാസുവനെ. സത്യം പറഞ്ഞ അതിനെക്കാട്ടിലൊക്കെ വലിയൊരു ഗിഫ്റ്റല്ല എനിക്ക് വസവം തന്നത്. പിന്നല്ല പാപ്പ, അത്രേ ഉള്ള. പാപ്പ ഇവിടെ വേറെ ആരോ അല്ലേ മേലിലോട്ട് ഓടിപ്പോയെ? മേലോട്ട് ഓടിപ്പോയാരടാ? അത് ഉച്ചരി വാ, വണ്ടി കേറ്. വേണം കേട്ടോ, വെളിയിറങ്ങിയാ തൂക്കിക്കൊണ്ട് പോവേ. വെളിയിൽ ഇറങ്ങിയാലോ അപ്പാപ്പ? എന്റെ മുന്നേ അതിനും ഞാനൊരു ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ മനസ്സിലായില്ല? ലീഡറിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏതാ അവന്മാർക്ക് നടന്ന് കൊണ്ടുപോകാനുള്ള നട്ടലൊന്നും ഇല്ല ബ്രാവോ. ഇനി ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും. അപ്പൊ സത്യം പറഞ്ഞോണ്ടല്ലോ, അപ്പാപ്പൻ ഇപ്പൊ ഞങ്ങളെക്കാളും ഭയങ്കര ലക്കിയാ. എന്താ പറയട്ടെ, ഇപ്പൊ അപ്പാപ്പന് വേണ്ടി ചോദിക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ 35 ഒരു 70 പേരുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 80 പേരുണ്ടാവും. എന്നുവെച്ചാ കാർലോ, ഞാൻ വിചാരിച്ചു, കാർലോ എന്നെ വിളിച്ചത് ഞാൻ ഓർത്ത്, ഞാൻ കാർലോ അടുത്ത് പോയി പറഞ്ഞായിരുന്നു MRC കാണുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയണേന്ന് കേട്ടാ, നമ്മുടെ അടുത്ത് കാണണേ. അപ്പൊ കാർലോടെ കോള് വന്നപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവരെ എവിടെ കണ്ടിട്ട് നമ്മൾ ഇനിഷ്യൽ അടിക്കാൻ പോകുന്ന സമയത്തായിരുന്നു. ബ്രോ താങ്ക് യു സോ മച്ച് 1 സബ്സ്ക്രിപ്ഷൻ. അപ്പൊ കാസ്ട്രോ കാർലോ എന്നെ വിളിച്ചിട്ട് പറയാ, ഈ പറയണതുപോലെ എന്താ ഞങ്ങളുടെ അപ്പാപ്പനെയും കൂടെ അല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് അത് ചോദിക്കണം, നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോ പറയാം. അപ്പൊ ഇത് നാളെ കേവിയുടെ വകയായിരിക്കുമല്ലേ? സത്യം പറയാൻ വാസവൻ പറഞ്ഞ സത്യവാസവല്ലേ, ഞാൻ ഇപ്പൊ സത്യം പറയാൻ ഭയങ്കര ലക്കിയാണ്. നിങ്ങളുടെ സ്നേഹം, അവരുടെ സ്നേഹം